കോപ്പിയുടെ അതേ ലെവൽ ഓഫ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഇതൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഒരു 2-3 മാസം പോയി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് എടുക്കും. ഞാൻ എടുക്കുന്നതല്ല, ഇവൻ എന്നോട് പറയും നീ ബ്രേക്ക് എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. ഇങ്ങനെ 1 മാസം കൂടുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെ 1 മാസം കൂടുമ്പം ഇവൻ തോന്നുമ്പം ഇവൻ പറയും ബ്രേക്ക് എടുക്കാൻ പറയും. അപ്പം ഞാൻ ബ്രേക്ക് എടുക്കും. അങ്ങനെ എനിക്കൊരു മാസം അന്നേരം ആ സമയത്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം 1.5 ലക്ഷം റുപ്യ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും മാസത്തിൽ, മന്ത്ലി. അപ്പോൾ അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇവൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇതായത്. ഓൻ്റെ ലൈവിൽ പെർഫോം ചെയ്തതിനോ ഇതിനോ ഒന്നും ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അവനോട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലോ ആക്കിയിട്ട് പൈസ ആക്കിയിട്ടാണ് ഞാൻ റീചാർജും കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. കാരണം ഞാൻ അധ്വാനിച്ച പൈസ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഈ അടുത്തൊരു 2 മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ 3-4 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും. അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു. ഞാൻ അവനോട് പോയിട്ട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ ഇത് നടക്കുക.